അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അഹ്ലി സിദ്ഖി വൽ വഫാ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട വിശ്വാസികളെ, ഇന്ന് പരിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പകുതിയിലാണ് നിലകൊള്ളുന്നത്. ഈ രാത്രിക്ക് ലൈലത്തുൽ ബറാഅ, ലൈലത്തുൽ മുബാറക എന്നൊക്കെ നാമമുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ മഹത്വമുള്ള ദിനരാത്രങ്ങളിൽപ്പെട്ട ഒരു രാവാണ് ലൈലത്തുൽ ബറാഅയുടെ രാവ്, ഷാബാൻ 15 രാവ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന്റെ പ്രത്യേകതകളെ, ഫളായിലുകളെ സൂചിപ്പിക്കുന്ന ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ലൈലത്തുൽ മുബാറക, പവിത്രമായിരിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹു തന്റെ സൃഷ്ടികളിലേക്ക് പ്രത്യേകമായ നോട്ടം നോക്കുകയും അവരിൽ നിന്ന് പൊറുക്കലിനെ തേടുന്ന എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. അതിൽ 2 പേരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന് മുഷാഹിന്, മറ്റൊന്ന് ഖാതിലു നഫ്സ്, പരസ്പരം വിദ്വേഷത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസി. അതേപോലെ സ്വന്തം ശരീരത്തെ ഹനിക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് മറ്റു മുഅ്ജമുൽ കബീർ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട തൊബ്രാനി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശഅബാൻ 15 ദിവസം അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങൾക്കും പുറത്തു കൊടുക്കും. അതിൽ നിന്ന് 6 ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒന്ന്, മുദ്മിനു ഖംർ, കള്ളു കുടിക്കുന്ന വ്യക്തി. ആഖുൻ ലിൽ വാലിദൈനി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടാക്കുന്ന വ്യക്തി. അത് ശാരീരികമോ മാനസികമോ ആകാം. വലാ മുസിറുൻ അല സിന, വ്യഭിചാരത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തി. ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ കുറ്റകൃത്യം ചെയ്ത് അതിൽ നിന്ന് അള്ളാഹുവിനോട് പാപമോചനം ചെയ്ത് ഒഴിവായാൽ അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുക്കും. വലാ മുസാരിം, മറ്റുള്ള ആളുകളോട് പിണങ്ങി ജീവിക്കുന്ന വ്യക്തിക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. വലാ മുളരിബ്, ബിസിനസ്സിലോ മറ്റു സാമ്പത്തിക ഇടപാടുകളിലോ മറ്റുള്ളവരോട് വഞ്ചന നടത്തുകയോ അക്രമം നടത്തുകയോ ചെയ്യുന്ന വ്യക്തിക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. വലാ ഖത്താത്ത്, നമീമത്ത് പറഞ്ഞ് സമൂഹത്തിൽ ഇത്രയും ഫസാദും സൃഷ്ടിക്കുന്ന ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. ബഹുമാനപ്പെട്ട ബൈഹഖി ഇമാം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഹാനായ ഇബ്നു റജബ് തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, ശഅബാനി എന്നുള്ളത് റമളാൻ മാസത്തിന്റെ ഒരു മുഖദ്ദിമയാണ്. അതിൽ പ്രത്യേകമായി നിങ്ങൾ ഖിറാഅത്തുൽ ഖുർആൻ കൊണ്ടും ദിക്റ് കൊണ്ടും റമളാനെ സജ്ജമാക്കാൻ, റമളാനിലേക്ക് തയ്യാറാകുവാൻ നിങ്ങൾ സുസജ്ജരാകുക എന്ന് ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. 4-മത്തെ കാര്യം, ഇതിൽ പ്രത്യേകമായ പ്രാർത്ഥനകൾ നമ്മൾ നടത്തുകയും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയും ചെയ്യും എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. 5 രാത്രികൾ, ആ രാത്രികളിലുള്ള പ്രാർത്ഥന അള്ളാഹു തട്ടിക്കളയുകയില്ല. ഏതാണ് ഈ 5 രാത്രികൾ? ഒന്ന്, ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിന്റെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തട്ടിക്കളയുകയില്ല. അവ്വലു ലൈലത്തിൻ മിൻ റജബ്, റജബിന്റെ ആദ്യത്തെ രാത്രി. അതേപോലെ ബറാഅത്തിന്റെ രാത്രിയുടെ പ്രാർത്ഥനയും അള്ളാഹു തട്ടിക്കളയുകയില്ല. ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും രാത്രികളിലുള്ള പ്രാർത്ഥനകളും ദുആകളും അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ തന്റെ കിതാബുൽ ഉമ്മിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധ കിതാബായ ഇഹ്യാ ഉൽ ഉലൂമുദ്ദീനിൽ മഹാനായ ഗസ്സാലി ഇമാം പറയുന്നത് കാണാൻ സാധിക്കും, നിങ്ങൾ ബറാഅത്തിന്റെ രാത്രിയിൽ പ്രാർത്ഥന കൊണ്ടും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങൽ കൊണ്ടും പാപമോചനം കൊണ്ടും ധന്യരാകുക. നിങ്ങളുടെ കുടുംബബന്ധം വിച്ഛേദിക്കുന്ന, മറ്റുള്ള ആളുകളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഈ രാത്രിയിൽ ഇടപെടുകയോ മുഴുകുകയോ ചെയ്യരുത് എന്ന് പ്രത്യേകമായ നിർദ്ദേശമുണ്ട്. 6-മത്തെ കാര്യം, ഇബ്നു റജബ് അൽ ഹംബലി എന്നവർ മുഅ്മിന് അനിവാര്യമായ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നു,
ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് ധന്യരാകുക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രായപൂർത്തിയായത് മുതൽ ഇതുവരെ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തരായി അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. എന്നാൽ നിങ്ങളുടെ തൗബ സ്വീകരിക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. ഇത് ഈ രാത്രിയുടെ സവിശേഷമായിരിക്കുന്ന പ്രത്യേകതയാണ് എന്ന് ലതായിഫുൽ മആരിഫ് എന്ന കിതാബിൽ പറയുന്നുണ്ട്. വഹാബികളുടെ നേതാവായ ഇബ്നു തൈമിയ്യ അടക്കം തന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ ഈ ദിവസത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രാർത്ഥനകൾ പോലെയുള്ള കാര്യങ്ങൾ മുഴുകണമെന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഫിൽ അൽ ഇറാഖി എന്നവർ ഈ ദിവസത്തിന്റെ പ്രത്യേകതയിൽ പറയുന്നത്, നിങ്ങൾക്ക് കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോമത്തിനേക്കാളും ഉപരിയായി നിങ്ങളുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരുന്നതാണ്. ഏത് ദോഷങ്ങളുണ്ടെങ്കിലും, വലിയ ദോഷമോ ചെറിയ ദോഷമോ എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിനോട് താണുകയാണ് അപേക്ഷിച്ചാൽ അള്ളാഹു പുറത്തു തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് എല്ലാ സത്യവിശ്വാസികളും ഈ പുണ്യമായ കർമ്മങ്ങളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും പ്രാർത്ഥനകളിലേക്കും നീങ്ങണമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ദുഖാനിൽ പറയുന്നുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. പരിശുദ്ധ ഈ ലൈലത്തുൽ ബറാഅയിലാണ് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അള്ളാഹു വിശുദ്ധ ഗ്രന്ഥത്തെ ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അടിമകൾക്കിടയിൽ നടക്കുന്ന അവന്റെ ഭക്ഷണം, അവന്റെ ആയുസ്, അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ രാത്രിയിലാണ് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പവിത്രമായ രാത്രിയെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ സത്യവിശ്വാസികൾ തയ്യാറാകേണ്ടതുണ്ട്. മഹാന്മാരായ ആലിമീങ്ങളും നമ്മുടെ പൂർവികരായ ആളുകളും മാതാപിതാക്കളും ഒക്കെ നമുക്ക് ഈ ദിവസത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. 3 യാസീൻ ഓതുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ നാടുകളിലൊക്കെ സുപരിചിതമാണ്. പ്രായം ചെന്നവർക്കും യുവാക്കൾക്കും ഒക്കെ അറിയുന്ന കാര്യമാണ്. ഒന്ന്, ആയുസ്സിൽ ബർക്കത്തുണ്ടാകാൻ, നമ്മുടെ ഭക്ഷണത്തിന്റെ റിസ്ക്കിന്റെ മാർഗങ്ങൾ തുറക്കപ്പെടുവാൻ, നമ്മുടെ മാതാപിതാക്കൾ അടക്കമുള്ള കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ്. അതേപോലെ സൂറത്തു ദുഹാൻ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക. ശേഷം യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന ദിക്ർ 100 പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യണം. പിന്നീട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലാഹുമ്മ ഇന്നക അലീമുൻ ദു അനാത്തിൻ ലാ തൗഖത ലനാ ഫഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ 70 പ്രാവശ്യം നമ്മൾ ഉൾപ്പെടുത്തുക. അതേപോലെ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന ദിക്ർ 100 പ്രാവശ്യവും പാരായണം ചെല്ലുക. എന്നാൽ നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. ആ പ്രാർത്ഥനയിൽ നമ്മൾ നിമഗ്നരായി നമ്മുടെ കഴിവുകേടുകളെയും നമ്മുടെ കടങ്ങളെയും പ്രയാസങ്ങളെയും മാനസിക വ്യതകളെയും നമ്മുടെ സന്താനങ്ങളുടെ നല്ല നടപ്പിനെയും വേണ്ടിയൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഉത്തരം ചെയ്യും. അതുകൊണ്ട് ഈ ദിവസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ എല്ലാവരും ആരാധനയിൽ മുഴുകണം. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ ഉമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് നമ്മുടെ കുട്ടികളെയും പേരക്കുട്ടികളെയും ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് എല്ലാവരും വളരെ ആത്മീയമായ ഒരു അന്തരീക്ഷത്തിൽ അള്ളാഹുലേക്ക് കരമുയർത്തിയാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് ആ വീട്ടിൽ ഖൈറും ബർക്കത്തും ഉണ്ടാകും. നമ്മുടെ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെ അള്ളാഹു പരിഹാരം നൽകുന്നതാണ്. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.